ഹായ് കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ MT വാസുദേവൻ നായരെ പറ്റി നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്നേക്കുന്ന ഇൻഫോ പേജിൽ വന്നിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ തന്റെ തൂലിക കൊണ്ട് സാഹിത്യ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. അപ്പൊ നമ്മുടെ ചലച്ചിത്രകാരൻ, പത്രാധിപൻ, പങ്ക്തിക്കാരൻ തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ നമ്മുടെ MT വാസുദേവൻ നായർ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം MTയുടെ വിയോഗത്തോടെ മലയാള സാഹിത്യത്തിൽ നികത്താനാവാത്ത വിടവാണ് ഉണ്ടായത് എന്ന് പറയുന്നു. സത്യമാണ്, ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. അത്രയും അടിപൊളിയായിട്ടുള്ള കൃതികളൊക്കെയാണ് രചിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? നാലുകെട്ട്, മഞ്ഞ്, രണ്ടാമൂഴം, കുട്ടിയിടത്തി, ഓളവും തീരവും, കിളിവീട്, വാനപ്രസ്ഥം, കാലം, നിന്റെ ഓർമ്മയ്ക്ക്, അസുരവിത്ത്, അറബിപ്പൊന്ന് MB മുഹമ്മദുമായിട്ട് ചേർന്നിട്ടാണ് നമ്മുടെ MT വാസുദേവൻ നായർ രചിച്ചത്. ഓക്കെ, ഇനി കഥയാണെങ്കിൽ മദിരാശിയിൽ നിന്ന് വി പരമേശ്വരന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ ചിത്ര കേരളത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന വിഷു ആഘോഷമാണ് അച്ചടിച്ചു വന്ന ആദ്യത്തെ കഥ. ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ ഇറക്കിയ രക്തം പുരണ്ട മൺതരികളാണ് ആദ്യത്തെ കഥാസമാഹാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. കൃതികൾ, ഒരുപാട് കൃതികൾ MT വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ കോഡ് വഴി കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചതാണ്. കോഡിന്റെ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. അത് പോയി നിങ്ങൾ കാണണം. ആ ക്ലാസ്സിൽ ഈ MTയുടെ എല്ലാ കൃതികളും ഒരു ചെറിയൊരു കഥ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം കേട്ടൊന്ന് ഇമാജിൻ ചെയ്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ ഏതാണ് ആദ്യത്തെ കഥ? വിഷു ആഘോഷമാണ്. ആദ്യത്തെ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികളാണ്. ഓക്കെ, ഇനി ലേഖനമാണെങ്കിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ CG നായരുടെ പത്രാധിപത്യത്തിൽ ഗുരുവായൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു വന്ന കേരളക്ഷേമം ദ്വിവാരികയിൽ വന്ന പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്ന ലേഖനമാണ് വെളിച്ചം കണ്ട ആദ്യത്തെ രചന. അതായത് പുറത്തിറങ്ങിയ ആദ്യത്തെ രചന ഏതാണ്? വൈര വ്യവസായം എന്ന ലേഖനമാണ് കേട്ടോ. പ്രാചീന ഭാരതത്തില് വൈര വ്യവസായമാണ് പുറത്തിറങ്ങിയ ആദ്യത്തെ രചന. ഇനി നമ്മുടെ MT സംവിധാനം ചെയ്ത ആ സിനിമ ഏതാണ്? 1973 MT ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ നിർമാല്യമാണ്. അതിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കവും ലഭിച്ചിട്ടുണ്ട്. നോവല് പറയുകയാണെങ്കിൽ ആദ്യത്തെ നോവൽ ഏതാണ്? പാതിരാവും പകൽ വെളിച്ചമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1957 ആദ്യത്തെ നോവലായിട്ടുള്ള പാതിരാവും പകൽ വെളിച്ചവും കണ്ടശ പുറത്തു വന്നത്. കണ്ടമായിട്ടാണ് പുറത്തു വന്നത്. പുസ്തക രൂപത്തിൽ എന്നാൽ ആദ്യം പുറത്തിറങ്ങിയത് നാലുകെട്ടാണ്. ഓക്കെ, അപ്പൊ പാർട്ടായിട്ട് പുറത്തിറങ്ങിയതാണെങ്കിൽ പാതിരാവും പകൽ വെളിച്ചവും, ഒറ്റ ഒരു ബുക്കായിട്ട് പുറത്തിറങ്ങിയത് നാലുകെട്ടുമാണ്. ഓക്കെ, ഇനി ജീവചരിത്രമാണ് നോക്കുന്നത്. 1933 ജൂലൈ 15 ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് MT വാസുദേവൻ നായർ ജനിച്ചത്. മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ നായർ എന്നതാണ് മുഴുവനായിട്ടുള്ള പേര്. പുന്നയൂർക്കുളം T നാരായണൻ നായർ അമ്മാളു അമ്മ ദമ്പതികളുടെ മകനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. ഓക്കെ, 1948 10ാം ക്ലാസ് പാസ്സായി. 1949 വിക്ടോറിയ കോളേജിൽ ചേർന്നു. 1953 രസതന്ത്രം മുഖ്യ വിഷയമായി BSc ജയിച്ചു. അതേ വർഷം വിദ്യാർത്ഥിയായിരിക്കെ ആദ്യത്തെ കഥാസമാഹാരമായ രക്തം പുരണ്ട മൺതരികൾ പുറത്തിറക്കി. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൽ മാതൃഭൂമി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്ക് 1ാം സ്ഥാനവും ലഭിച്ചു. അതോടെയാണ് നമ്മുടെ MT സാഹിത്യ രംഗത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ MT 1957 MT മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സബ് എഡിറ്റർ ആയിട്ട് ചേർന്നത്. 1964-65 കാലത്ത് സ്വന്തം കഥയായിട്ടുള്ള മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിക്കൊണ്ട് സിനിമാ രംഗത്തേക്കും പ്രവേശിച്ചു. അപ്പൊ ആദ്യമായി തിരക്കഥ എഴുതിയത് ഏതിനാണ്? മുറപ്പെണ്ണിനാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ പല ചിത്രങ്ങൾക്കും ഇദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. 1968 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പത്രാധിപരായി ചുമതലയേറ്റു. 13 വർഷത്തെ സേവനത്തിനൊടുവിൽ 1981 പത്രാധിപ സ്ഥാനം ഒഴിഞ്ഞു. പിന്നീട് 1989 പീരിയോഡിക്കൽ വിഭാഗത്തിൽ എഡിറ്ററായി വീണ്ടും മാതൃഭൂമിയിൽ തന്നെ എത്തി. 1999 വിരമിച്ചു. 1999 ഇദ്ദേഹം വിരമിച്ചു. ഓക്കെ,
ഇനി 1992 MD തുഞ്ചൻ സ്മാരക സമിതി ചെയർമാനായി എത്തിയ ശേഷമാണ് തുഞ്ചത്ത് ആചാര്യന് തിരൂരിൽ ഉചിതമായ ഒരു സ്മാരകം പണിതു വന്നത്. അപ്പൊ നമ്മുടെ MD എന്നാണ് നമ്മുടെ തുഞ്ചൻ സ്മാരകത്തിന്റെ ചെയർമാനായത്? 1992 ഇനി നമ്മുടെ 1995 എന്ത് സംഭവിച്ചു? കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തി. അപ്പൊ 1992 തുഞ്ചൻ സ്മാരക സമിതിയുടെ ചെയർമാൻ, 1995 കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ 2024 ഡിസംബർ 25 നമ്മുടെ MD വാസുദേവൻ നായർ അന്തരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ഇദ്ദേഹത്തിന് കിട്ടിയ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും മറ്റു പുരസ്കാരങ്ങളും കൃതികളും ഒക്കെ നോക്കുകയാണ്. അപ്പൊ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1973 മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഇദ്ദേഹത്തിന്റെ നിർമാല്യം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ MDയുടെ നോവൽ അല്ലെങ്കിൽ നോവൽ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമ ഏതാണ്? നിർമാല്യമാണ്. ഓക്കെ, അപ്പൊ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് MD വാസുദേവൻ നായർക്ക് കിട്ടിയിട്ടുള്ളത്. 4 തവണയാണ് കിട്ടിയത്. ഏതൊക്കെയാണ്? ഒരു വടക്കൻ വീരഗാഥ 1989, കടവ് 1991, സതയം 1992, പരിണയം 1994. ഇത്രയും എണ്ണത്തിനാണ് എന്താണ് തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡുകൾ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം. ഇനി മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള പുരസ്കാരം 2000 ഒരു ചെറു പുഞ്ചിരിക്കും കിട്ടി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇദ്ദേഹം സിനിമയാക്കിയിട്ടുള്ള കഥകൾ? നിർമാല്യം, ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം, ചെറുപുഞ്ചിരിയൊക്കെയാണ്. ഇതിൽ നിർമാല്യത്തിന് ദേശീയ പുരസ്കാരം കിട്ടി. തിരക്കഥയ്ക്ക് നിർമാല്യ സംവിധാനത്തിനാണ്. ബാക്കി തിരക്കഥയ്ക്കുള്ളതാണെങ്കിൽ ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം എന്നിവയ്ക്കാണ് കിട്ടിയത്. ഇനി പരിസ്ഥിതി ചിത്രത്തിന്, മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം 2000 ഏതിന് കിട്ടി? ഒരു ചെറു പുഞ്ചിരിക്ക് കിട്ടി. ഇനി ഇദ്ദേഹത്തിന് സാഹിത്യ പുരസ്കാരങ്ങൾ കിട്ടി. 1959 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഏത് കൃതിക്കാണ് കിട്ടിയത്? 4 കെട്ടിനാണ് കിട്ടിയത്. 1970 കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 1982 നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഗോപുര നടയിൽ എന്ന് പറയുന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 1985 രണ്ടാം മൂഴത്തിന് വയലാർ അവാർഡ് കിട്ടി. 1993 ഓടക്കുഴൽ പുരസ്കാരം വാനപ്രസ്ഥത്തിന് കിട്ടി. 1995 ഇന്ത്യയിലെ സാഹിത്യ രംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായിട്ടുള്ള ജ്ഞാനപീഠം ലഭിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1995 ജ്ഞാനപീഠം ലഭിച്ചു. 1996 കാലിക്കറ്റ് സർവകലാശാല അദ്ദേഹത്തിന് ഡിലിറ്റ് നൽകി ആദരിച്ചു. 2005 സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മഭൂഷൺ നമ്മുടെ ഇന്ത്യ അദ്ദേഹത്തിന് നൽകി. അതുപോലെ ഇതേ വർഷം തന്നെ മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരം കിട്ടി. അപ്പം പത്മഭൂഷണും മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും MDക്ക് കിട്ടിയത് 2005 2011 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. 2013 ഏതാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ആർക്കാ കിട്ടിയത്? 2022 MD വാസുദേവൻ നായർക്കാണ് കിട്ടിയത്. ഇനി മികച്ച കഥ, തിരക്കഥ, സംവിധാനം എന്നീ മേഖലകളിൽ MD വാസുദേവൻ നായർക്ക് 21 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1970 ഓളവും തീരവും ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് ആദ്യമായിട്ട് ലഭിച്ചു. 2009 പഴശ്ശിരാജ സിനിമയുടെ തിരക്കഥയ്ക്കാണ് അവസാനമായിട്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത്. അപ്പൊ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം MDക്ക് നേടിക്കൊടുത്ത ആദ്യത്തെ ചിത്രം ഏതാണ്? MDക്ക് ഓളവും തീരവും എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ആദ്യമായിട്ട് തിരക്കഥയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടുന്നത്. അവസാനം പഴശ്ശിരാജയ്ക്കാണ് കൊടുത്തത്. ഇനി ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും കൃതികളുമാണ് നോക്കുന്നത്. അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം MD വാസുദേവൻ നായരുടെ ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാൽ 4 കെട്ട്. ഓക്കെ, ഉണ്ണി ഏതിലാണ്? വിലാപയാത്ര. സേതു കഥാപാത്രം ഏതിലാണ്? കാലത്തിലാണ്. ഗോവിന്ദൻകുട്ടി ഏതിലാണ്? അസുരവിത്ത്. കരുണാകരൻ മാഷ് വാനപ്രസ്ഥത്തിലാണ്. വിമല ഏതിലാണ്? മഞ്ഞിലാണ്. ഭീമൻ രണ്ടാം മൂഴത്തിലാണ്. വെളിച്ചപ്പാട് പുണ്യാളനും പള്ളിവാളും
കാൽച്ചിലമ്പും. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പം പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറയുന്ന കൃതിയിലാണ് ഏതാണ് നമ്മുടെ വെളിച്ചപ്പാട് വന്നത്, വെളിച്ചപ്പാട്. ഇനി നമ്മുടെ മരണമില്ലാത്ത വാക്കുകൾ, ഇദ്ദേഹത്തിന്റെ കുറച്ച് വരികളൊക്കെയാണ്. അപ്പൊ നോക്കാം. എണ്ണ തീർന്ന വിളക്ക് പതിയെ അണയും പോലെ. എതിരാണ് ചിത്രത്തെരുവുകൾ. മരണം അയാളെ വേദനിപ്പിച്ചിരുന്നില്ല, കാരണം അയാൾ ജീവിതത്തെ സ്നേഹിക്കുന്നില്ല, അത് ശത്രുവിലെയാണ്. കടം ചോദിച്ച ഒരു സായാഹ്നം ബാക്കി കിടപ്പുണ്ട്, മറക്കരുതേ. എതിലെയാണ്? മഞ്ഞിലെ വരിയാണ്. കാലത്തിന്റെ വറ്റിയ പ്രവാഹത്തിന്റെ തീരത്തിൽ അവസാനം ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഏതിലാണ്? കാലത്തിലെ വരികളാണ്. നടുവിൽ കടന്നുപോയവരെല്ലാം കാൽപ്പാടുകളിൽ കരിഞ്ഞ പുല്ലുകൾ നിർമ്മിച്ച ഒറ്റയടിപ്പാത നീണ്ടുകിടക്കുന്നു. എതിലാണ്? അസുരവിത്ത്. നമുക്കിനി ഭൂതകാലമില്ല, ഓർമ്മകളും പ്രതീക്ഷകളും മായ്ച്ചു കളഞ്ഞാൽ അചഞ്ചലമാകുന്നു, സ്ഫടിക ശുദ്ധമാകുന്നു. ഏതിലാണ്? രണ്ടാം ഊഴത്തിലെയാണ്. ഓക്കെ. ഈ MTയുടെ പ്രധാനപ്പെട്ട തിരക്കഥകളാണ് മുറപ്പെണ്ണ്, പകൽക്കിനാവ്, വിത്തുകൾ, ഓപ്പോൾ, അടിയൊഴുക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, നീലത്താമര, വൈശാലി, പഞ്ചാഗ്നി, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, സുഹൃതം, നാലുകെട്ട്, തീർത്ഥാടനം, പഴശ്ശിരാജ, ഏഴാമത്തെ വരവ്. ഓക്കെ. ഇനി പരിഭാഷകൾ ഏതൊക്കെയാണ്? MTയുടെ മുഖ്യ രചനകൾക്കെല്ലാം ഇംഗ്ലീഷിൽ ഉൾപ്പെടെ മറ്റു ഭാഷകളിലൊക്കെ പരിഭാഷ ചെയ്തിട്ടുണ്ട്. നാലുകെട്ട ഇംഗ്ലീഷിലേക്കും ഒട്ടേറെ ഇന്ത്യൻ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തി. കാലം തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലും, മഞ്ഞ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ബംഗാളിയിലും പുറത്തിറക്കിയിട്ടുണ്ട്. അസുരവിത്തിന് ഇംഗ്ലീഷ് പരിഭാഷ കേരള സാഹിത്യ അക്കാദമിയാണ് പുറത്തിറക്കിയത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗമായിരുന്ന അദ്ദേഹം 1968 മുതൽ തുടർച്ചയായി 4 കൊല്ലം തിരക്കഥയെപ്പറ്റി ക്ലാസ് എടുത്തിരുന്നു. ഓക്കെ. ഇനി MT സംവിധാനം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ്? സംവിധാനം ചെയ്തത് നിർമാല്യം, ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറു പുഞ്ചിരി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ MT വാസുദേവൻ നായരെ പറ്റി നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്നേക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റീസെൻ്റ്ലി അന്തരിച്ച വ്യക്തിയാണ്. PSC ഉറപ്പായിട്ട് ചോദിക്കും. നല്ല രീതിയിൽ പഠിക്കുക. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.